സോ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ഒരു നെയിംഡ് റിയാക്ഷനാണ് കാനിസാരോസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കാനിസാരോ റിയാക്ഷൻ കാണിക്കുന്നത് ആൾഡിഹൈഡ്സ് ആണ്. ആൾഡിഹൈഡ്സ് ഒരു പ്രത്യേകതയുണ്ട്. ആ ആൾഡിഹൈഡ്സിന് ആൽഫ ഹൈഡ്രജൻ ആറ്റം കാണുകയില്ല. Aldehydes which do not contain any alpha hydrogen atom such as formaldehyde, benzaldehyde ഇതിനൊന്നും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. അത് സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ വഴി എന്ത് ചെയ്യുന്നു, സെൽഫായിട്ട് ഓക്സിഡേഷൻ നടന്ന് റിഡക്ഷൻ നടന്നിട്ട് എന്താവുന്നു, ഒരു മോളിക്യൂള് ആൾഡിഹൈഡ് എന്ത് ചെയ്യുന്നു, ആൽക്കഹോളായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, ഒരു മോളിക്യൂള് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. അതാണ് കാനിസാരോസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. Aldehydes which do not contain any alpha hydrogen atom such as formaldehyde, benzaldehyde undergo self-oxidation reduction treatment on with concentrated alkali. ഈ റിയാക്ഷനിൽ ഒരു മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്യുന്നു ആൻഡ് ഒരു മോളിക്യൂൾ ആൽഡിഹൈഡ് ആൽക്കഹോളായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ കാനിസാരോസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, അതാണ് നമ്മൾ ആദ്യം കാണിച്ചേക്കുന്നത്. 2 മോളിക്യൂള് ഫോമാൾഡിഹൈഡ് എടുക്കുന്നു. ഫോമാൾഡിഹൈഡാണ് HCHO. ഓക്കെ, ആൽക്കലി എടുക്കുന്നു, NaOH ആണ് ആൽക്കലി ആയിട്ട് എടുക്കുന്നത്. ഒരു മോളിക്യൂൾ ആൽഡിഹൈഡ് എന്താകുന്നു, അതിൻ്റെ ആസിഡ് ആവുന്നു. സോ HCOOH ആണ് നമ്മുടെ ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോമാൾഡിഹൈഡിൻ്റെ ആസിഡ് എന്ന് പറയുന്നത് അതിൻ്റെ സോൾട്ടാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. ആൻഡ് CH3OH നമ്മുടെ എന്താണ്, ആൽക്കഹോളാണ്. 2C6H5CHO. അപ്പോൾ എന്താണ്, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൾഡിഹൈഡ്സ് ആണ് കാനിസാരോ റിയാക്ഷൻ തരുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സംശയം വരാം. CHO ആണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു കാർബണാറ്റോ ഉണ്ട്, അതിൽ ഹൈഡ്രജനും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ആൽഫ ഹൈഡ്രജൻ ഇല്ല എന്ന് പറയുന്നത്? ബിക്കോസ് ഇതിനകത്ത് ഈ ഹൈഡ്രജൻസ് എല്ലാം ആരോമാറ്റിക് റിങ്ങിലാണ് നിൽക്കുന്നത്. ആരോമാറ്റിക് റിങ്ങിൽ നിന്ന് ഒരു ഹൈഡ്രജനെ വലിച്ചെടുത്ത് റിയാക്ഷനിൽ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് പോസിബിൾ. അവർ എന്താണ്, കോൺജുഗേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഹൈഡ്രജനെ ഇങ്ങനെ എടുത്തിട്ട് റിയാക്ഷനിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതിന് ആൽഫ ഹൈഡ്രജൻ ഇല്ല എന്ന് പറയുന്നത്. അത് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ C6H5COONA അത് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡായിട്ട് മാറും. C6H5CH2OH നമുക്ക് ആൽക്കഹോൾ കിട്ടും. സോ ഇതെങ്ങനെ കിട്ടുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെ നടക്കുന്നു എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, മെക്കാനിസം പറയാം. സോ HCH ഡബിൾ ബോണ്ട് O, ഇതാണല്ലോ നമ്മുടെ ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് OH മൈനസ്. ഓക്കെ, ഇപ്പം എന്താണ്, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ ഇവിടെ O മൈനസ് ആകുന്നു. അപ്പോൾ OH എന്ന് പറയുന്നത് ഈ കാർബണിലേക്ക് ചെന്ന് അറ്റാച്ച്ഡ് ആവുന്നു. ദിസ് OH വിൽ ഗോ ടു കാർബൺ ആറ്റം. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് HCOH O മൈനസ് ആൻഡ് വി ഹാവ് H ഹിയർ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഇതെന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇത് ഇൻ്റർമീഡിയറ്റ് നമ്മുടെ അടുത്ത മോളിക്യൂൾ ഫോമാൾഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ HCHOH O മൈനസ് പ്ലസ് HCH ഡബിൾ ബോണ്ട് O. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ബോണ്ട് ഷിഫ്റ്റ് ആകുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഈ മൈനസ് ചാർജ് വീണ്ടും ബോണ്ടായിട്ട് മാറുന്നു. ആൻഡ് ഈ പ്രോട്ടോൺ ചെന്ന് എന്ത് ചെയ്യുന്നു,
ഈ പ്രോട്ടോൺ മൊത്തത്തോടെ ചെന്ന് തൻ്റെ ഇലക്ട്രോൺസിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പുറത്തെ മോളിക്യൂളിലേക്ക് വരുന്നു. സോ നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ടായിട്ട് മാറുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ മൈനസ് ചാർജ് വരുന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നു. അപ്പോൾ CH3O- ആകുന്നു ഈ പർട്ടിക്കുലർ ഇതെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് എന്താവുന്നു? HCOH ഡബിൾ ബോണ്ട് O ആകുന്നു. അതാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, HCOH ഡബിൾ ബോണ്ട് O ആകുന്നു. മറ്റേതെന്താവുന്നു? CH3O- ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് ഇത് തമ്മിൽ റിയാക്ഷനിൽ പങ്കെടുത്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ആൽക്കഹോളും കിട്ടുന്നത്, ഒരു ആസിഡും കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായല്ലോ. ആദ്യം എന്ത് സംഭവിച്ചു? HCHO ഒരു ഫോമാൽഡിഹൈഡും OH- കൂടി റിയാക്ട് ചെയ്ത് അവിടെ OH എന്ത് ചെയ്തു? നമ്മുടെ ഫോമാൽഡിഹൈഡിലേക്ക് കയറി. ആൻഡ് ദെൻ അടുത്ത മോളിക്യൂള് ഫോമാൽഡിഹൈഡുമായിട്ട് ഉണ്ടായ ഇൻ്റർമീഡിയറ്റ് റിയാക്ട് ചെയ്ത് ഇങ്ങനെ 2 ഇൻ്റർമീഡിയറ്റുകൾ ഉണ്ടായി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. സോ HCOOH ഡബിൾ ബോണ്ട് O പ്ലസ് CH3O-. ഇതാണ് നല്ല ഉണ്ടായത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ട്രാൻസ്ഫർ. ഇവിടുത്തെ പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇവിടെ മൈനസ് ചാർജ് വരുന്നു. ഓക്കെ, ബാക്കി ഒരു മാറ്റവും വരുന്നില്ല. ഇവിടെ പ്രോട്ടോൺ വരുന്നു, CH3OH ആവുന്നു. ഈ O- പ്രോട്ടോൺ വരുന്നത്. എന്നെ നമുക്ക് അങ്ങനെ എഴുതാം. ഈ പ്രോട്ടോൺ O- പോകുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ HC ഡബിൾ ബോണ്ട് O- പ്ലസ് CH3OH. ഇതാണ് നമ്മുടെ ഒരു ആൽക്കഹോൾ എന്ന് പറയുന്നത്, മെഥനോൾ. ഓക്കെ, നമുക്കൊരു ആൽക്കഹോൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ആസിഡാണ്. ആസിഡ് അല്ല ഡയറക്റ്റ് കിട്ടുന്നത്, നമുക്ക് എന്താണ്? അതിൻ്റെ സോൾട്ടാണ് കിട്ടുന്നത്. പിന്നെ അത് ആസിഡിലേക്ക് മാറുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഇൻ്റർമീഡിയറ്റ് ഉണ്ടല്ലോ, HCO- ഡബിൾ ബോണ്ട് O. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? Na+. നമുക്കറിയാം Na+ഉം OH- എവിടെ നിന്ന് വന്നതാണ്? കോൺസെൻട്രേറ്റഡ് ആൽക്കലിയിലാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത്. സോ അവിടെ ഒരു OH- ഉണ്ട്, Na+ ഉണ്ട്. OH- ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പ് റിയാക്ഷനിൽ പങ്കെടുത്തു. ഇനി നമുക്ക് പങ്കെടുക്കാനുള്ളത് Na+ ആണ്, സോഡിയം അയോണാണ്. സോ എന്ത് ചെയ്യുന്നു? ഈ Na+ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജനിലേക്ക് അറ്റാച്ച് ആവുന്നു. അത്രേ നടക്കുന്നുള്ളൂ. സോ നമുക്ക് കിട്ടുന്നത് HCOONA ആണ് കിട്ടുന്നത്. നമുക്ക് എന്ത് കിട്ടി? ആസിഡിൻ്റെ സോൾട്ട് കിട്ടി, സോഡിയം ഫോർമേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി ആസിഡ് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ്സ് എന്ത് ചെയ്യുന്നു? സ്വന്തമായി ഓക്സിഡൈസ് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡ് ആവുന്നു, റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോൾ ആകുന്നു. ആൻഡ് അത് നടക്കുന്നത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിലാണ്.